ഹായ്, സൊസൈറ്റിയിൽ നടക്കുന്ന പല അധികം ക്രിമിനൽ ആക്ടിവിറ്റീസ്, ക്രൈംസിനെ നമ്മൾ എന്തിനാണ് എതിർക്കുന്നത്? ഇത്തരം ക്രൈമുകൾക്കെതിരെ നമ്മൾ എന്തിനാണ് നിലകൊള്ളുന്നത്? സാക്ഷി പറയാൻ പോയാൽ നമ്മുടെ ലൈഫിൽ ഉടനീളം ഇതിന് വേണ്ടിയിട്ട് കോടതി കയറി ഇറങ്ങേണ്ടി വരും. പക്ഷേ എന്നിട്ടും ആളുകൾ ഇനിഷ്യേറ്റീവ് എടുത്ത് എന്തുകൊണ്ടത് ചെയ്യുന്നു? ഒറ്റ റീസണേ ഉള്ളൂ, ഈ ക്രൈം ഇനി ആവർത്തിക്കപ്പെടരുത്. ശരിയല്ലേ? ക്രിമിനലുകൾക്കെതിരെ നമ്മൾ നിലകൊള്ളുന്നതിൻ്റെ റീസൺ അതാണ്. ഇപ്പോൾ ദിലീപ് നേരിടുന്ന ഈ ഒറ്റപ്പെടുത്തൽ, അതിൻ്റെ ബിഹൈൻഡും എന്താണ് വർക്ക് ചെയ്യുന്നത്? ഇത് തന്നെയാണ്. അയാൾ ചെയ്ത ക്രൈം ഒരിക്കലും നമുക്കാർക്കും ക്ഷമിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ ഒരു മനസ്സ് പറയുകയാണെങ്കിൽ, റേപ്പ് ബേസ് ചെയ്ത് ഒരു സിനിമയും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹേ റാം എന്ന സിനിമ, കമൽഹാസൻ്റെ സിനിമ ഞാൻ ഇനിയും കണ്ടിട്ടില്ല. എന്താണ് അതിലെ മാറ്റർ എന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് ചരിത്ര പശ്ചാത്തലമുള്ള സിനിമയാണെന്നും കാണണമെന്നും ഒക്കെ കരുതി കയറിയിരുന്ന വെരി നെക്സ്റ്റ് മൊമെൻ്റ് ഇറങ്ങി വരേണ്ടി വന്നു. കാരണം തുടക്കം തന്നെ ഒരു റേപ്പ് സീനാണ്. എനിക്കത് ടോളറേറ്റ് ചെയ്യാൻ വയ്യായിരുന്നു. മാനസിക നില തകരാറിലാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് 2 ആൺമക്കളാണ്. പെൺകുട്ടികളെ ഓർത്ത് വിഷമിക്കേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ ഏറ്റവും ഭയപ്പെടുന്ന എൻ്റെ 2 ആൺമക്കളെയാണ്. ഏതെങ്കിലും ഒരു രീതിയിൽ ഈ സൊസൈറ്റി, ആൺമേൽക്കോയ്മയുള്ള ഈ സമൂഹം ആ കുട്ടികളെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചാൽ, അതിൽ കൂടെ എൻ്റെ മക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ എനിക്കവരെ കൊല്ലാനുള്ള ധൈര്യം ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത്രത്തോളം ഞാൻ വെറുക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആണുങ്ങൾ കാരണം മറ്റു പെൺകുട്ടികൾ കരയുന്നത്, ബുദ്ധിമുട്ടുന്നത്. അനുഭവിക്കുന്നവർക്കല്ലേ അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഇൻസൾട്ടുകളാണ്. ഒരിക്കലും എനിക്കത് മറക്കാനോ പൊറുക്കാനോ സാധിച്ചിട്ടില്ല. വിത്തൗട്ട് പെർമിഷൻ, നമ്മുടെ കൺസെൻറ്റില്ലാതെ നമ്മുടെ ദേഹത്ത് തൊടുന്നതിൽ പരം ഒരു ക്രൈം വേറെയില്ല. അപ്പോഴാണോ പിന്നെ ഈ പറയുന്ന റേപ്പിംഗ് ആൻഡ് ഓൾ? നമ്മൾ പോകുമ്പോൾ പല രീതിയിലുള്ള കമൻസ് വരാറുണ്ട്. ഞാൻ റോഡിലാണെങ്കിൽ ഞാൻ ഭയപ്പാടില്ലാതെ തിരിഞ്ഞ് തെറിയെങ്കിലും വിളിക്കും. ഒന്ന് പറ്റിയില്ലെങ്കിൽ ചാണകം വാരി എറിയും, ഒന്നും കിട്ടില്ലെങ്കിൽ കല്ലെടുത്തെങ്കിലും അറിയും. ഞാൻ പ്രതികരിക്കും. പണ്ടൊക്കെ എനിക്ക് ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ പുറത്തേക്കൊക്കെ പോകുന്ന ഒരു അവസരത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ വീട്ടിലെല്ലാവരും പറയും, മിണ്ടാതിരുന്നൂടെ നിനക്ക്, എന്തിനാ ബഹളം വയ്ക്കുന്നതെന്ന് ചോദിക്കും. ഞാൻ ബഹളം വയ്ക്കാറുണ്ട്. ചുറ്റും കൂടുന്ന അമ്മമാരും കുറേ ആൻറ്റിമാരും ഒക്കെ പറയും, എന്തിനാ ഇപ്പോൾ ബഹളം വയ്ക്കുന്നത്, നിനക്ക് മിണ്ടായിരുന്നൂടെ, കണ്ടില്ല എന്നങ്ങ് വെച്ചാൽ പോരെ. എനിക്കത് പറ്റാറില്ല. ഇതുവരെയും പറ്റിയിട്ടില്ല, ഇനി അങ്ങനെ ചെയ്യണമെന്നുമില്ല. അന്നത്തെ ആ ഒരു റിയാക്ഷൻ്റെ ബാലൻസ് ഷീറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ എൻ്റെ യങ് ജനറേഷൻ, എൻ്റെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയുടെ മക്കൾ ഒക്കെ എന്നെക്കാൾ സ്ട്രോങ് ആയി അഭിപ്രായം പറയാൻ, തല ഉയർത്തിപ്പിടിച്ച് ഇത്തരം വൃത്തികേടുകൾക്കെതിരെ പ്രതികരിക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. നമ്മൾ കൊല്ലുന്ന വെയിലാണ് നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന തണലെന്ന് കേട്ടിട്ടില്ലേ? അതുപോലൊരു കാര്യം. ഇതിനെതിരെ ശക്തമായി നീങ്ങിയത് കൊണ്ട് തന്നെ എൻ്റെ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റും എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇത്രയും ഞാൻ പറഞ്ഞത് എന്തെന്ന് പറഞ്ഞാൽ, പൾസർ സുനിയുടെ വിഷയം പറയാനാണ്. പൾസർ സുനി ഈ അവസ്ഥയിലേക്ക് ആകാനുള്ള മെയിൻ കാരണം അവൻ്റെ അമ്മ തന്നെയാണെന്ന് പറയും. ശരാ, ഒരുത്തൻ തെറ്റ് ചെയ്താൽ അമ്മയെ പറയണമെന്ന് ചോദിക്കും. അല്ല, അമ്മയെ തന്നെ പറയും. ഇപ്പോഴും ആ സ്ത്രീ വിചാരിക്കുന്ന മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. മകന് വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ പൾസറിൻ്റെ കൂട്ടുകാർ, കൊച്ചി കിങ് എന്നൊക്കെയാണ് പറയുന്നത്. ആരെ ഇപ്പോൾ പൾസർ ദ ഗ്രേറ്റ്. ഏതായാലും ഇയാളുടെ ഒരു സുഹൃത്തിനെ കൈയോടെ പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇൻസ്റ്റാഗ്രാമിലെ ഈ ID നിങ്ങൾ കണ്ടെത്തണം. അതിൻ്റെ താഴെ പോയി നമ്മളുടെ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തണം. മാത്രവുമല്ല, ഇവനെതിരെ മാസീവായിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യണം. സ്ത്രീകൾക്കെതിരെ ഇടുന്ന കമൻസ്, അത് ആരിട്ടാലും ശരി തന്നെ, അത് ക്രൈമാണ്. മുൻപൊക്കെ അത് ഭയങ്കര സീരിയസ് ക്രൈമായിരുന്നു. ഇപ്പോൾ അതെടുത്ത് കളഞ്ഞു ആ സെക്ഷൻ. അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് ഇടുകയാണ്. പക്ഷേ റീസെൻ്റ്ലി ഹണി റോസിൻ്റെ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ഒത്തിരി പേർക്ക് പണി കിട്ടിയ ഒരു കാര്യമാണ്. മൊബൈലൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ 2 അടിയും കിട്ടുമ്പോൾ സുഖാവും. ഈ കമൻ്റ് ഇടുന്നത് ഈസിയാണെന്ന് തോന്നും. സ്ത്രീകളെ തെറി വിളിക്കുന്ന ഒരുത്തൻ്റെ കൂടെയും ഒരു രീതിയിലുള്ള സഹവാസവും പെൺകുട്ടികൾ വെക്കാതിരിക്കുക. പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ മീൻസ് അമ്മമാരായിരുന്നാലും സഹോദരിമാരായിരുന്നാലും നമുക്ക് ചുറ്റുമുള്ള ആണുങ്ങളെ നമ്മളാണ് തിരുത്തേണ്ടത്. അത് തീർച്ചയായിട്ടും നമ്മൾ തന്നെ ചെയ്യണം. ഈ പറയുന്ന ഈ വൃത്തികെട്ടവൻ ചെയ്ത ഒരു കാര്യത്തിനെ ബേസ് ചെയ്തൊരു പെൺകുട്ടി പറഞ്ഞ കാര്യവും അവൾ അതിൻ്റെ താഴെ പോയി ഒരു കമൻ്റ് ഇട്ടു. കാരണം പൾസർ സുനിയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇഷ്ടംമാതിരി വീഡിയോസ് അവനിങ്ങനെ പബ്ലിഷ് ചെയ്യാണ്. പൾസർ സുനിയെ സ്മാർട്ടാക്കിക്കൊണ്ട്, സിനിമാ നടനാക്കിക്കൊണ്ട്. ആരാ ഇപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനിയല്ലയോ? അവനെ ബൂസ്റ്റപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ അയ്യോ കഷ്ടം. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. പൾസറിനെ ഥാറിൻ്റെ ഒപ്പമൊക്കെ നിർത്തി ഒരു ഹീറോ ആക്കി, ആണത്വത്തിൻ്റെ പ്രതീകമാക്കിയൊക്കെ ഇവൻ കാണിക്കുന്നുണ്ട്. സുഹൃത്തായിരിക്കാം, മേ ബി, എന്താണെന്ന് അറിയത്തില്ല. കാണാം. എൻ്റെ അടുത്ത് ആ ഭാവന കഴിഞ്ഞ അടുത്തത് നീയാണ്, നിന്റെ കൂടെ തന്നെ കാത്തിരുന്നു എന്നൊക്കെ പബ്ലിക്കായിട്ട് കമന്റ്. എന്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അഭിപ്രായ വ്യത്യാസത്തിന്റെ വിഷയമല്ല. പൾസർ സുനി ഗുരുതരമായ ഒരു കേസിൽ കോടതി കുറ്റം തെളിയിച്ച ഒരാളാണ്. ഇൻസ്റ്റഗ്രാമിൽ പാർക്കർ ഫോട്ടോഗ്രാഫി എന്ന പേരുള്ള ഒരുത്തൻ വിധി വന്നതിന് ശേഷം
ഇപ്പോഴിതാ പൾസർ സുനിയെ മാസ് BGM ഇട്ടും സിനിമാറ്റിക് എഡിറ്റുകളിലൂടെയും മാറ്റവൽക്കരിക്കുന്ന രീതിയും അതിനെ ചോദ്യം ചെയ്യുന്നവരെ കമന്റ് സെക്ഷനുകളിൽ അധിക്ഷേപിക്കുകയും അശ്ലീല ഭാഷ ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്യുന്ന സമീപനമായി വന്നിട്ടുണ്ട്. So don't you worry, Billy, my boy. The dawn from Cochin strikes terror. ഇനി എന്താ പരിപാടി? പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? ഞാൻ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ലേശം ഉളുപ്പ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. അപ്പോഴത്തേക്കും ഹാർക്കർ ചേട്ടൻ പാട്ട്കാർ ഫോട്ടോഗ്രാഫി ചേട്ടൻ അങ്ങ് ഉള്ളാക്കി പോലെ പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ആ ഭാവന കഴിഞ്ഞ അടുത്തത് നീയാണ്, നിന്റെ കൂടത്തിന് കാത്തിരുന്നൊക്കെ പബ്ലിക്കായിട്ട് കമൻറ്റ്. വെറും ഒരു സോഷ്യൽ മീഡിയ പ്രശ്നമല്ലത്. നമ്മുടെ ലീഗൽ സിസ്റ്റത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെയും സ്ത്രീ സുരക്ഷയും നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണിത്. പൾസർ സുനി എന്ന് പറയുന്ന ഒരു സിനിമാ കഥാപാത്രമല്ല, അയാൾ ഒരു യഥാർത്ഥ കുറ്റകൃത്യം ചെയ്തതായി കോടതി കണ്ടെത്തിയ വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള പോസ്റ്റുകളും കമന്റുകളും യഥാർത്ഥത്തിൽ ബാധിക്കുന്നത് അതിജീവിതയും സ്ത്രീകളെയുമാണ്. ഒരു സ്ത്രീ ഈ വീഡിയോസ് കാണുമ്പോഴോ കമന്റ് സെക്ഷൻ വായിക്കുമ്പോഴോ അവർ ചിന്തിക്കുന്നത് എന്തായിരിക്കും? കുറ്റവാളികൾക്ക് ആരാധകരുണ്ട്, നീതി ചോദിക്കുന്നവർ കുറ്റക്കാരാകുന്നു, സ്ത്രീകളെ അപമാനിക്കുക എന്ന് പറയുന്നത് സാധാരണമായ ഒരു സംഭവമാണ്. ഇങ്ങനെ തന്നെയല്ലേ അവർ ചിന്തിക്കുക? ഇതുപോലെയുള്ള പാർക്കർ ഫോട്ടോഗ്രാഫിമാർ കുറ്റവാളികളാണെങ്കിലും ആഘോഷിക്കാൻ ഞങ്ങളെപ്പോലെയുള്ളവരുണ്ടെന്നുള്ള മനോഭാവം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ. കുറ്റം തെളിഞ്ഞ ഒരാളെ മഹത്വവൽക്കരിക്കുന്നത് തെറ്റാണെന്ന് ഇനിയും മനസ്സിലാക്കാത്തവർ ഈ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം. അതിജീവിതക്കും നീതിക്കും മനുഷ്യത്വത്തോടൊപ്പമാണ് ഉത്തരവാദിത്തം കാണിക്കേണ്ടത്, അല്ലാതെ ഇതുപോലെയുള്ള വേട്ടപ്പട്ടികളോടല്ല. ഒന്നും പറയാനില്ല. നല്ല രസമുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഏതായാലും ഈ ഐഡിയ നിങ്ങൾ എല്ലാവരും പോയി ഒന്ന് സെർച്ച് ചെയ്യുക. ഉണ്ടെങ്കിൽ നമ്മുടെ പ്രതിഷേധം അവിടെ പ്രതികരിച്ച് തന്നെ തീർക്കുക. ഇത്തരക്കാരെ പൊതുസമൂഹമാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഈ ഒരു ആക്ടിവിറ്റിക്ക് എതിരായിട്ട് കർശനമായ നിയമമുണ്ട്. ഇപ്പം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. സ്ത്രീകളെ അവഹേളിക്കുന്നത് യാതൊരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു നിയമസംഹിത നമുക്കുണ്ട്. പക്ഷേ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. പോലീസുകാരുടെ നിരുത്തരവാദിത്തപരമായ ഇടപെടലുകൾ കാരണം പല കേസുകളും രജിസ്റ്റർ ആക്കപ്പെടുന്നില്ല. ഇനി രജിസ്റ്റർ ആയാൽ തന്നെ പെട്ടെന്ന് തന്നെ തേച്ച് മാച്ച് കളയുന്നു. എനിക്കിങ്ങനെയൊരു അനുഭവം ഉണ്ടായിരുന്നു. മണിക്കൂറെന്നല്ല, ഒരു വർഷത്തോളം ഇരുന്നു കൊണ്ട് എന്നെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്കെതിരെ എനിക്ക് ഒരു നടപടി എടുക്കേണ്ടി വന്നതിന് മിനിമം എനിക്കൊരു 6 മാസമെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ പിറകിൽ ഞാൻ ഒരുപാട് എഫർട്ട് എടുത്തു. അവസാനം അത് രേഖകളിലായപ്പോൾ മാത്രമാണ് അതിനൊരു മൂക്ക് കയറി വീണത്. അത്തരം ആളുകൾ ഇന്നുമുണ്ട്. അവൻ വലിയ സെലിബ്രിറ്റിയാണ് കേട്ടോ, വലിയ യൂട്യൂബറുമാണ്. അങ്ങനെയൊക്കെ നമ്മൾ അക്സെപ്റ്റൻസ് കൊടുക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, ഇത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധന്മാരെ കൈകാര്യം ചെയ്യാൻ പൊതുസമൂഹം മുന്നോട്ട് വരാത്തിടത്തോളം ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും. ഇവനൊക്കെ പൾസർ സുനിയല്ല, ഗോവിന്ദച്ചാമി ലെവലുള്ള തോട്ട് പ്രോസസ്സ് ഉള്ളവന്മാരാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇത്തരക്കാർക്ക് കുടുംബമുണ്ട്, അതിൽ പെണ്ണുങ്ങളുണ്ട്, അവരാണ് സപ്പോർട്ട് വേറെ പറയുന്നത്. എന്തിനും 2 വിധമുണ്ട്, ശരിയാണ്, തർക്കമില്ല. അപ്പ് ആൻഡ് ഡൗൺസ് വരും. ഇപ്പോൾ പേട്ടന് വേണ്ടിയിട്ട് വാദഗതി ഉയർത്തുന്നവർക്ക് ആ ഒരു കൺസേൺ ഉണ്ടാകും, പേട്ടൻ പാവമാണോ എന്നൊരു തോന്നലുണ്ടാകാം. പേട്ടന് ഒരു കയ്യും ഇല്ലാണ്ട് പേട്ടൻ്റെ പേരവിടെ വലിച്ചഴക്കപ്പെടുമോ? അങ്ങനെ എന്തെങ്കിലും അയാൾ വൈകാരികമായി എവിടെയെങ്കിലും ഒരു റിയാക്ഷൻ നടത്തിയിട്ട് നിങ്ങൾക്കറിയാമോ? ഫേസ് ചെയ്യുകയാണ്. അയാൾക്കറിയാം അയാൾ കുറ്റക്കാരനാണെന്ന്. പക്ഷെ അത് പൊതുസമൂഹം എടുക്കുന്ന രീതി അത് പ്രശ്നമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെയായിരുന്നു പുള്ളിയുടെ കളി. അതിൻ്റെ ഇടയ്ക്ക് ജനങ്ങൾ ഇത് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് പുള്ളി മറന്നുപോയി. നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതല്ലാതെ ജനങ്ങളിലേക്ക് അയാൾക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപാട് കളിച്ചു. എല്ലാവർക്കും പിടികിട്ടിയ ഒരു കാര്യം കോടതിക്ക് മാത്രം മനസ്സിലായില്ല. അത് കോടതിയെ കുറ്റപ്പെടുത്താൻ ഒക്കത്തില്ല. കാരണം തെളിവുകളുടെ അഭാവത്തിൽ കോടതി എന്ത് ചെയ്യാനാണ്? അതങ്ങനെ സംഭവിക്കുകയുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും കോടതി വിധിയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ജയിലിലേക്ക് പറഞ്ഞു വിട്ട ഒരു വ്യക്തിയെ ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇടാൻ ഈ തെണ്ടിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇവൻ്റെ വീട് കണ്ടെത്തി ഇവനെ തല്ലി ശടയാക്കുകയല്ലേ വേണ്ടത്? ഇവന് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇവത് ചെയ്യും? കൊച്ചി എന്താ ഗുണ്ടകളുടെ നാടാ? അല്ലെങ്കിൽ കൊച്ചി കിങ് എന്ന് പറയുന്നത് ഗുണ്ടയാ? അതാണോ ഉദ്ദേശിക്കുന്നത്? ഇവൻ ആ പെൺകുട്ടിയോട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എത്ര ഭീകരമാണെന്ന് ആലോചിച്ച് നോക്കിയാണ്. ഭാവന കഴിഞ്ഞു, അടുത്തത് നീയാണെന്ന്. അതായത് ഇവൻ വിധി കഴിഞ്ഞ് അല്ലെങ്കിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ അടുത്ത പെണ്ണ് കാത്തിരുന്നോ എന്നാണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കൊച്ചിയിൽ ഒരു പെണ്ണുങ്ങളും സേഫ് അല്ല എന്നും ഉണ്ടായതിനർത്ഥം. അപ്പോൾ ഇവന് കൊടുത്ത ശിക്ഷ കുറഞ്ഞു പോയിന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് ഞങ്ങളൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നതെന്ന് പിടികിട്ടിയില്ലേ? ബാക്കിയുള്ളവർ ഇപ്പോൾ ശ്രീലക്ഷ്മി, മഞ്ജു വാര്യർ, ഇവരൊക്കെ ഭാഗ്യലക്ഷ്മി ഒക്കെ എന്തിനെതിർക്കുന്നു? അവർക്കറിയാം ഇവറ്റകൾ പുറത്തിങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന്. കിട്ടുന്നെടുത്തിട്ട് അവന്മാർ ചാമ്പുവെന്നറിയാം.
അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഹെൽത്തി ആയിട്ട് നിൽക്കുക. ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് പകരം വല്ല കരോട്ടയോ കുങ്ഫുവോ വല്ല വേറെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. കളരിപ്പയറ്റോ ഒരു പിച്ചാത്തി കൊടുത്ത് കയ്യിൽ വിടുക. തീർത്തിട്ട് വാ പെണ്ണെ എന്ന് പറഞ്ഞിട്ട് വേണം വിടാനെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ പെൺകുട്ടി എത്രത്തോളം ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്നുണ്ട് ഇവറ്റകൾ ഓർത്ത് നോക്കൂ. ഒരു രീതിയിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തക്കവണ്ണമുള്ള സ്റ്റേറ്റ്മെൻറ്റിലെ പാവപ്പെട്ടവൾക്കെതിരെ ഇവറ്റകൾ തൊടുത്തു വിടുന്നത്. എന്നിട്ടും മിണ്ടാതിരിക്കുകയാണെങ്കിൽ എന്താ പറയുക? പേട്ടനെ മാത്രമല്ല, ഇത്തരക്കാരെ നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ അഖിൽ മാരാർ ചെയ്തതിനെ പറ്റി, അയാൾക്ക് 3 പേരുണ്ട് വീട്ടിൽ, ഭാര്യയും 2 പെൺമക്കളും. എന്നിട്ടും ആ തെണ്ടി പറഞ്ഞ എന്താണ്, ഡെമോ വേണമെന്ന്. അവൻ്റെ പെണ്ണുമ്പിളെ കൊണ്ടുവച്ചിട്ട് ഡെമോ കാണിക്കാൻ ബാക്കിയുള്ളവർ പറഞ്ഞപ്പം പൂണ്ടടക്കം പൂട്ടിയ. അത്രയേ ഉള്ളൂ. നമ്മളാണ് പ്രതികരിക്കേണ്ടത്. കാരണം ആവശ്യം നമ്മളുടേതാണ്. നമ്മൾ കൊള്ളുന്ന വെയിലാണ് നമ്മുടെ അടുത്ത തലമുറയ്ക്കുള്ള തണലെന്ന് ഓർത്തുകൊള്ളുക. നമ്മളിപ്പോൾ കഷ്ടപ്പെട്ടാൽ നാളെ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സ്വസ്ഥതയുണ്ടാകും. കുറച്ചേ പ്രതീക്ഷിച്ചാൽ മതി. ഒരുപാട് കാലം നമുക്ക് കാത്തിരിക്കേണ്ടി വരും ഈ മേൽക്കോയ്മ ഇല്ലാതാകാൻ. അതിൻ്റെ ഇടയ്ക്കാണ് മെൻസസ് അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വാഴ വന്നു നിന്ന് മോങ്ങുന്നത്. സോ ഓൾ ടോട്ടൽ ഈ ഒരു വൃത്തികെട്ട ഇതിനെതിരെ നിങ്ങൾ ശക്തമായി പ്രതികരിക്കണം. ഇത് മാക്സിമം ഷെയർ ചെയ്യണം. ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് അവനെ കണ്ടുപിടിച്ചിട്ട് നല്ല ഫസ്റ്റ് ക്ലാസ് എഴുതി വെച്ചേക്കുക. അവൻ്റെ അണ്ണാക്കി കൊടുക്കുക, സൂപ്പർ റിപ്പോർട്ടിങ് കൊടുക്കുക എന്നുള്ളതാണ് റിക്വസ്റ്റാണ്. കാരണം ഇത്തരക്കാരെ വളരാൻ അനുവദിച്ചുകൂടാ. കൈ കിട്ടണേ പൊട്ടിക്കുകയും കൂടെ വേണം. അവൻ്റെ ഫോട്ടോ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. ഷെയർ മസ്റ്റാണ്, പ്ലീസ്. താങ്ക് യു.